മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. KSRTC കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വലിയൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു. KSRTC ഒരു സിയാറത്ത് യാത്ര സംഘടിപ്പിക്കുന്നു. ആ യാത്രയില് സ്ത്രീകൾക്ക് പ്രവേശനമില്ല, പുരുഷന്മാരെ മാത്രമേ അവർ കൊണ്ടുപോകൂ എന്നാണ് KSRTC പ്രഖ്യാപിച്ചത്. ഏത് KSRTC? നമ്പർ 1 കേരളയിലെ KSRTC, പ്രബുദ്ധ കേരളയിലെ KSRTC, സ്ത്രീ ശാക്തീകരണത്തിലെ പ്രധാനപ്പെട്ട സംസ്ഥാനമായിട്ടുള്ള കേരളത്തിലെ KSRTC. എന്താ പ്രഖ്യാപനം? സ്ത്രീകളെ പ്രവേശിപ്പിക്കില്ല എന്ന്. ഈ KSRTC പ്രഖ്യാപിച്ചിട്ടുള്ള സിയാറത്ത് യാത്ര വളരെ നല്ലൊരു കാര്യമായിട്ട് തന്നെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഒന്ന്, മലപ്പുറം മുതൽ നോളേജ് സിറ്റി വരെയാണ് ഈ സിയാറത്ത് യാത്ര ഉണ്ടാവുക. ഈ ആളുകളിൽ നിന്നൊക്കെ തന്നെ സർക്കാരിലേക്ക് പണം എത്തുക എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഇവിടെയുള്ള മറ്റുള്ള ആളുകളെ പോലെ, ബോധമില്ലാത്ത ആളുകളെ പോലെ ഈ ഒരു സിയാറത്ത് യാത്രയെ എതിർക്കേണ്ട ആവശ്യവുമില്ല. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഈ കുംഭമേള നടക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യത്ത് ഹൈന്ദവ ആചാരവുമായി ബന്ധപ്പെട്ട് എന്ത് നടക്കുമ്പോഴും സർക്കാർ എന്തിനാ അതിലൊക്കെ ഇടപെടുന്നത് എന്നൊക്കെ ഒരുപാട് മൊണ്ണകൾ ഇവിടുന്ന് നിരന്തരം ചോദിക്കാറുണ്ട്. അത്തരം ചോദ്യം ഉയർത്തുന്നവർക്ക് അതിന്റെ സാമ്പത്തിക ബെനിഫിറ്റ് നമ്മുടെ ഗവൺമെന്റിലേക്ക് എത്തും എന്നുള്ളതൊന്നും അറിയാത്ത ഒരുപാട് മൊണ്ണകളാണ്. അതുകൊണ്ടാണ് നിരന്തരം അത്തരം ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കാറുള്ളത്. ഏതായാലും ഇത് സിയാറത്ത് യാത്രയും മക്കാമുകളിലൂടെയൊക്കെയുള്ള സന്ദർശനവും ആയതുകൊണ്ട് കുംഭമേളക്കെതിരെ, അതേപോലെ തന്നെ ഹൈന്ദവ ആചാരവുമായി ബന്ധപ്പെട്ട് ഉത്തരേന്ത്യയിലൊക്കെ നടക്കുന്ന വലിയ പ്രോഗ്രാമുകൾക്കെതിരെയൊക്കെ ഓരോന്ന് വിളിച്ചു പറയുന്നത് പോലെ ഏതായാലും സിയാറത്തിനെതിരെ ആരും പറയില്ല. അത് നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. നമ്മൾ കണ്ടതാണ്. അയോധ്യയിലേക്കുള്ള ഒരുപാട് വികസനങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ട് എന്തിനാണ് ഇതൊക്കെയായി ബന്ധപ്പെട്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ ചർച്ചയൊക്കെ നടത്തിയത് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതേപോലെ തന്നെ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട്. അപ്പോ സിയാറത്ത് യാത്രയിൽ അത്തരം ചോദ്യങ്ങളൊന്നും തന്നെ ആരും ചോദിച്ചിട്ടില്ല. സ്ത്രീ വിഷയങ്ങൾ, അതേ സമയത്ത് ബോധമുള്ള ഒരു ജനത വലിയ രീതിയിൽ KSRTCയുടെ ഈ ഒരു പ്രഖ്യാപനത്തിനെതിരെ സംസാരിച്ചു. സോഷ്യൽ മീഡിയകളിൽ വലിയ ചർച്ച നടന്നു. ആ ചർച്ചകൾക്കൊരു റിസൾട്ട് വന്നു. ഈ സിയാറത്ത് യാത്രയില് സ്ത്രീകളെ പ്രവേശിപ്പിക്കില്ല എന്നുള്ളത് KSRTC ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പിൻവലിച്ചിരിക്കുന്നു. അത് ബോധമുള്ള ഒരു ജനതയുടെ കേരളത്തിലെ വിജയം തന്നെയാ. ഇനി മറ്റൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. ഇത് രാജാവിനേക്കാൾ വലിയൊരു രാജഭക്തി കൂടിയാണ്. കാരണം ഈ സിയാറത്ത് എന്ന് പറയുന്ന മക്കാമുകളിലൊക്കെ തന്നെ, ഇതില് ആ ഒരു പോസ്റ്ററിൽ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പല നോളേജ് സിറ്റി ഉൾപ്പെടെ CM മക്കാം ഉൾപ്പെടെയൊക്കെ ഞാനും അവിടെയൊക്കെ തന്നെ സന്ദർശിച്ചിട്ടുള്ളതാണ്. ഇത്തരം മക്കാമുകളിലൊക്കെ തന്നെ സ്ത്രീകളെ അവിടെ പങ്കെടുപ്പിക്കാറുണ്ട്. സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യങ്ങളുണ്ട്. നോളേജ് സിറ്റിയിലൊക്കെ തന്നെ സ്ത്രീകളൊക്കെ ഒരുപാട് വരുന്ന ഒരു സ്ഥലം തന്നെയാണ്. യഥാർത്ഥത്തിൽ ഈ മക്കാമുകളിലൊന്നും സ്ത്രീകൾക്ക് യാതൊരു പ്രവേശന തടസ്സങ്ങളുമില്ല. പക്ഷെ KSRTC രാജാവിനേക്കാൾ രാജഭക്തി കാണിച്ചിട്ട് വലിയ രീതിയിൽ പ്രീണിപ്പിക്കാൻ തുനിഞ്ഞ് ഇറങ്ങിയതായിരുന്നു. ഏതായാലും ജനങ്ങളുടെ വലിയ പ്രതിഷേധത്തോട് കൂടിയിട്ട് ഈ പറയുന്ന KSRTC മുട്ടുമടക്കിയിരിക്കുന്നു. ഇനിയെങ്കിലും കേരളത്തിലെ സകല ആളുകളും തിരിച്ചറിയുക, ഇത്തരം സിയാറത്തുകളാവട്ടെ, അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഏത് മത പ്രോഗ്രാമുകളാണെങ്കിലും അത് നമ്മുടെ രാജ്യത്തിന്റെ ഗവൺമെന്റുകളിലേക്ക്, സംസ്ഥാന ഗവൺമെന്റുകളിലേക്ക് ഒരു ഫണ്ട് കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ അതിനെ ആരും, ബോധമുള്ള ആരും എതിർക്കേണ്ടതില്ല. അത് സിയാറത്ത് നടക്കുമ്പോൾ എതിർക്കാതിരിക്കുകയും മറ്റെന്തെങ്കിലും നടക്കുമ്പോൾ എതിർക്കുകയും ചെയ്യുന്നവർ വളരെ ഗൗരവമായ തരം ആളുകളെ പൊതുസമൂഹം നോക്കിക്കാണുകയും ചെയ്യണം. എന്ത് തന്നെയായാലും കേരളത്തിലെ ബോധമുള്ള ഒരു ജനതയുടെ പ്രതിഷേധം കാരണം KSRTC മുട്ടുമടക്കി എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്നൊരു വാർത്ത തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.